നാണം കെട്ടവനല്ലേ? നാണം കെട്ടവനല്ലേ ആൽബത്തിന്റെ? ഈ സിനിമ ഈ സിനിമ എന്ന എന്റെ പ്രതീക്ഷയാണ്. ഈ ആൽബം കൊണ്ട് താങ്കൾ എന്താണ് പ്രതീക്ഷ? ഇങ്ങനെ പറഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കടാ. ഈ സിനിമയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ സിനിമയിലെ ആക്ഷൻ അല്ല ചോദിച്ചത്. പ്രതീക്ഷ നൽകുന്നുണ്ട്. സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു എന്തുവാണ് ഇത്? പിന്നെ സുഹൃത്തുക്കളെ, വളരെ പരിശ്രമപരമായിട്ട് നമ്മുടെ പ്രശസ്ത നടൻ ആൽബർട്ട് അവതരിപ്പിക്കുന്ന കുരുത്ത് നാണം കെട്ടവൻ എന്ന ആൽബത്തിന്റെ റിലീസിംഗ് വേളയാണ്. ഒരുപാട് പ്രതീക്ഷകളുള്ള ഈ ആൽബം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. എന്തായിരിക്കും ഇതിന്റെ പിന്നിൽ നിന്ന് ഇതുവരെ നിങ്ങൾക്ക് ആകാംക്ഷപൂർവ്വം ഒരു വേള ഈ ലോകത്ത് തന്നെ മാറ്റിമറിക്കാൻ നമുക്കൊരു മികച്ചൊരു നടനെ നമുക്ക് സംഭാവന ചെയ്ത അതിനുപരി തന്റെ എല്ലാവിധ കഴിവുകളും പുറത്തെടുത്ത് തന്റെ അഭിനയ ജീവിതത്തിൽ മറ്റുള്ളവർക്കൊരു വെല്ലുവിളി ഒരു വട്ടം പോലും കലാ സ്കൂളിൽ വരെ പോയിട്ട് പല അഭിനയ മികവുകൊണ്ട് കേരളത്തിലുമല്ല മൊത്തം ഇന്ത്യ മൊത്തം ചില അഭിനയമാണ് ഇവിടെ ചില അഭിനയമൂർത്തികൾ കണ്ടാൽ ആരും ഒന്നും നോക്കിപ്പോകും. ജീവൻ തുടിക്കുന്ന രംഗങ്ങൾ എന്നൊക്കെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ വീഡിയോ അവരുടെ കയ്യിലോട്ട് ഇങ്ങോട്ട് നോക്കിയാണ് ഒരു മിനിറ്റ്. പ്രകാശ് ഇത് കട്ട് ചെയ്തിട്ടൊന്ന് വരാത്തേ. എല്ലാവരും അച്ചടക്കത്തോടെ ആരും കരയരുത്. പ്രശസ്ത ടിഷ്യൂ അഥവാ കണ്ണീരൊപ്പണെങ്കിലും ടിഷ്യൂ പേപ്പർ അവിടെ ഉണ്ട്. ഓരോരുത്തർ ടിഷ്യൂ പേപ്പർ എടുക്കുക, തുറക്കുക. നടനോട് പോയി നടൻ ഓടിയോ? ആർക്കുണ്ടോ എല്ലാവരും ഇരുന്നാട്ടെ. ഞാൻ ഇരുന്നാട്ടെ. ഞാൻ പിന്നെ ഗ്രൂപ്പിലെടുക്കാം. മോനെ ഭയങ്കര ഇതല്ലോ. അതിലാണല്ലോ
ഉമേഷ് രണ്ട് വാക്ക് പറയാം. ഒന്ന് പോയിട്ട് സാർ ഈ ഇതിനെ കുറിച്ച് രണ്ടോ ജ്യൂസുണ്ട് ഹലോ എന്താ നമുക്ക് നടന് കിട്ടി ഞങ്ങൾ അഭിമാനിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എത്താതെ മോന്തേനെ കണ്ടുപിടിച്ച ആ ഭാവം ഏതാണ് പറഞ്ഞിട്ട് പോയത്? നവരസത്തിൽ ഇല്ലാത്ത ഭാവം ഇല്ലാത്തൊരു ഭാവം പുതിയത് കണ്ടു. ഇവിടെ പറയണോ ആ ഭാവത്തിനെ കുറിച്ച് രണ്ടു വാക്ക് പറയണം. ഏത് അവസരത്തിൽ താങ്കൾ ആ ഭാവം